പരമപരിശുദ്ധനായ ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അനുദിനം വചനം ശ്രവിക്കുവാൻ കാതോർക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23 24 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. കർത്താവായ യേശു സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ചുറ്റി സഞ്ചരിച്ചു. അവൻ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17 നമ്മൾ കാണുകയാണ്, രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ട കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, അവൻ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ചുറ്റി സഞ്ചരിച്ചു. നമ്മൾ എപ്പോഴും കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് വേണ്ടുന്ന സദ്വചനങ്ങളാണ്, സദ്വാർത്തകളാണ് അവരുമായിട്ട് പങ്കിടുന്നതെങ്കിൽ ആ വ്യക്തി രോഗത്തിൽ നിന്ന് മുക്തി നേടുമെന്നും മറ്റുള്ളവരോട് ക്ഷമിക്കുമെങ്കിൽ അവരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കാതെ അവരോട് ക്ഷമിക്കുന്ന ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ അവരോട് കരുണ കാണിക്കുകയും നീതി പ്രവർത്തിക്കുകയും അങ്ങനെ അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. കർത്താവ് സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ചുറ്റി സഞ്ചരിച്ചു. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുന്ന ശക്തി അവന്റെ മേലുണ്ടായിരുന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നമുക്കും കർത്താവിനെ പോലെ ആയിത്തീരാം. മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മുറിവുകൾ ഉണക്കുന്ന സദ്വചനങ്ങൾ സംസാരിച്ച് മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്ന ഓരോ വ്യക്തികളായി നമുക്കും രൂപാന്തരപ്പെടാം. ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.